യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽ പാത കണ്ടെത്താൻ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? തുർക്കികൾ 1453-ൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് നിലവിലുണ്ടായിരുന്ന കരമാർഗമുള്ള വ്യാപാര പാത അടച്ചു. കുരുമുളക്, ഗ്രാമ്പൂ, ജാതിക്ക തുടങ്ങിയ ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിൽ വലിയ ഡിമാൻഡുണ്ടായിരുന്നു. കപ്പൽ നിർമ്മാണത്തിലും ഭൂപട നിർമ്മാണത്തിലുമുണ്ടായ മുന്നേറ്റങ്ങളും കോമ്പസിന്റെ കണ്ടുപിടുത്തവും ദീർഘദൂര യാത്രകൾ സാധ്യമാക്കി. പോർച്ചുഗീസുകാരുമായുള്ള ബന്ധം ഇന്ത്യയിലെ കൃഷിയിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തിയത്? കശുമാവ്, പപ്പായ, പേരക്ക, കൈതച്ചക്ക എന്നിവയുൾപ്പെടെ നിരവധി പുതിയ വിളകൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. ചില കാർഷിക രീതികളിൽ അവർ ശാസ്ത്രീയ പരിശീലനം നൽകുകയും ഈ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്തുകയും ചെയ്തു. 3. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിന്റെ പ്രാധാന്യം ചുരുക്കി വിശദീകരിക്കുക. കേരളത്തിൽ കാണപ്പെടുന്ന 742 ആശധസസ്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഹോർത്തൂസ് മലബാറിക്കസിൽ അടങ്ങിയിരിക്കുന്നു. ഡച്ച് ഗവർണർ ഹെൻറിക് വാൻ റീഡ് ഒരു തദ്ദേശീയ വൈദ്യനായ ഇ.ടി. അച്യുതന്റെ സഹായത്തോടെയാണ് ഇത് സമാഹരിച്ചത്. ചില മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അച്ചടിച്ച ആദ്യത്തെ പുസ്തകമായിരുന്നു ഇത്. 1764-ലെ ബക്സർ യുദ്ധം എങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണ സാന്നിധ്യം ശക്തിപ്പെടുത്തിയത്? യുദ്ധത്തിൽ വിജയിച്ചതിനുശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ ഭൂനികുതി പിരിക്കാനുള്ള അവകാശം ലഭിച്ചു. ഈ നികുതിയിൽ നിന്നുള്ള സമ്പത്ത് ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ ശക്തമായ സൈന്യം കെട്ടിപ്പടുക്കാനും ഒടുവിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ കീഴടക്കാനും സഹായിച്ചു. 5. റേറ്റ് വാരി, മഹൽവാരി നികുതി സമ്പ്രദായങ്ങൾ തമ്മിൽ വേർതിരിക്കുക. റേറ്റ് വാരി സമ്പ്രദായത്തിൽ ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. കർഷകരെ ഭൂമിയുടെ ഉടമകളായി കണക്കാക്കി. മഹൽവാരി സമ്പ്രദായത്തിൽ ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കുകയും ഗ്രാമം ഒരുമിച്ച് നികുതി അടയ്ക്കാൻ ഉത്തരവാദിത്തമുള്ളവരായിരിക്കുകയും ചെയ്തു. നീലം, ഇൻഡിഗോ കർഷക കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? ബ്രിട്ടീഷ് പ്ലാന്റർമാർ കർഷകരെ ഭക്ഷ്യവിളകൾക്ക് പകരം നീലം കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു. ഇത് കടുത്ത ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി. പ്ലാന്റർമാർ നീലത്തിന് കർഷകർക്ക് കമ്പോള വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയാണ് നൽകിയത്. കർഷകർ ബ്രിട്ടീഷ് പ്ലാന്റർമാരുടെ കടുത്ത ദാരിദ്ര്യത്തിനും സാമ്പത്തിക ചൂഷണത്തിനും ഇരയായി. 7. ലോർഡ് ഡൽഹൌസി നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം ചുരുക്കി വിവരിക്കുക. ഈ നയപ്രകാരം ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരിക്ക് പുരുഷ പിന്തുടർച്ചാവകാശി ഇല്ലാതെ മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും. കലാപം രാജ്യമെമ്പാടും വ്യാപിക്കാതെ ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. വിമതർക്ക് അവരുടെ ശ്രമങ്ങളെ ഏകോപിപ്പിക്കാൻ ഒരു സംഘടിതവും ഏകീകൃതവുമായ കേന്ദ്രീകൃത നേതൃത്വം ഇല്ലായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗവും പല നാട്ടുരാജാക്കന്മാരും ഈ കലാപത്തെ പിന്തുണച്ചില്ല. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽ പാത കണ്ടെത്തിയതിന്റെ പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? 1453-ൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് യൂറോപ്പിനും ഏഷ്യക്കുമിടയിലുണ്ടായിരുന്ന കരമാർഗമുള്ള വ്യാപാര പാത അടച്ചു. കുരുമുളക്, ഗ്രാമ്പൂ, ജാതിക്ക തുടങ്ങിയ ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിൽ വലിയ ഡിമാൻഡുണ്ടായിരുന്നു. യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിലും കപ്പലോട്ടത്തിലും ഉണ്ടായ സാങ്കേതിക മുന്നേറ്റങ്ങൾ പര്യവേക്ഷകർക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സഹായിച്ചു. ഭൂപട നിർമ്മാണത്തിലെ പുരോഗതിയും കോമ്പസിന്റെ കണ്ടുപിടുത്തവും നാവികർക്ക് മികച്ച വഴികാട്ടൽ നൽകി. പ്രസിദ്ധരായ സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ പുതിയ പ്രദേശങ്ങളിലെ സമ്പത്തിനെക്കുറിച്ചുള്ള ആവേശകരമായ വിവരങ്ങൾ നൽകി. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ സ്വാധീനവും പ്രാധാന്യവും വിശദീകരിക്കുക. കശുമാവ്, കൈതച്ചക്ക, പേരക്ക, പപ്പായ എന്നിവയുൾപ്പെടെ പുതിയ കാർഷിക വിളകൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ ഫോർട്ട് മാനുവൽ അവർ കൊച്ചിയിൽ സ്ഥാപിച്ചു. അച്ചടി സാങ്കേതികവിദ്യ പ്രചരിപ്പിക്കുകയും ക്രിസ്ത്യൻ മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ പുതിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും പ്രചാരത്തിലാക്കുകയും ചെയ്തു. മേശ, പേരക്ക തുടങ്ങിയ നിരവധി പോർച്ചുഗീസ് വാക്കുകൾ മലയാള ഭാഷ സ്വീകരിച്ചു. ഹോർത്തൂസ് മലബാറിക്കസിന്റെ പ്രാധാന്യം എന്താണ്? ഡച്ച് സ്വാധീനം എങ്ങനെയായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിൽ കാണപ്പെടുന്ന 742 ആശധസസ്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്ന ഒരു പ്രസിദ്ധമായ പുസ്തകമാണ്. ഇ.ടി. അച്യുതൻ എന്ന തദ്ദേശീയ വൈദ്യന്റെ സഹായം